ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മുട്ടസുർക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതായത് നാഴിയിലെടുക്കുമ്പോൾ 2 നാഴി അരിയാണ്. പൊന്നി അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പുഴുങ്ങലരിയിൽ നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന സാധാരണ നല്ല ഇനം പൊന്നി അരി എടുത്താൽ നല്ല മുട്ടസുർക്കയായി കിട്ടും. പിന്നെ കുറുവ അരി എടുക്കുന്നതാണെങ്കിൽ നമുക്ക് അരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പൊന്നി അരി ആകുമ്പം മിക്സിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അപ്പം പൊന്നി അരിയിൽ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുറുവയിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അരി നമ്മൾ പച്ചവെള്ളത്തിലിട്ടിട്ട് ഒരു 6 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നന്നായി കഴുകിയെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാൻ. ആദ്യം ഒന്ന് അരഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അരി അരക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഒരു നാഴി അരി എടുക്കുമ്പോൾ നമ്മൾ 3 മുട്ട, വലുതാണെങ്കിൽ 3 മുട്ട എടുക്കാം. ചെറിയ മുട്ടയാണെങ്കിൽ 4 മുട്ട വരെ ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. കുഴിയുള്ളൊരു ചട്ടിയിലാണ് നമ്മളിത് മുട്ടസുർക്ക ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടാക്കിയെടുത്ത എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അത് പൊങ്ങി വന്ന് അത് മറിച്ചിട്ട് കൊടുത്താൽ നമുക്കത് പിന്നെ ഒന്നും കൂടിയും തീ കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് അത് കുക്കായതിന് ശേഷം നമുക്കത് കോരി മാറ്റാം. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഫ്ലെയിം കുറഞ്ഞിട്ടുള്ള ആ ഫ്ലെയിമിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി കൊടുക്കുക. അങ്ങനെ തന്നെ ചെയ്തിട്ട് എല്ലാ മുട്ടസുർക്കയും അതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം നമ്മൾ മുട്ടസുർക്ക ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മാവ് ഒട്ടും ലൂസായി പോകാനേ പാടില്ല. കാരണം നമ്മൾ മാവ് എണ്ണയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ഷേപ്പിൽ കിട്ടൂല, പിന്നെ ഒരുപാട് എണ്ണയും കുടിക്കും. അതുകൊണ്ട് മാവ് കറക്റ്റ് പാകത്തിന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ കൂടുതൽ കട്ടിയായിരിക്കാനും പാടില്ല. അപ്പോൾ നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് കറക്റ്റാക്കി എടുക്കാൻ പറ്റും. മുട്ടസുർക്കക്ക് വേണമെങ്കിൽ നമുക്ക് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല കളർഫുള്ളായിരിക്കും. പക്ഷേ ഞാനിവിടെ കളർ ആഡ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ നല്ല കളറുള്ള മുട്ട ചേർക്കുന്നുണ്ടെങ്കിൽ മുട്ടസുർക്കക്ക് നല്ല കളർ കിട്ടും. നാടൻ മുട്ടയെല്ലാം ചേർക്കുന്നതാണെങ്കിൽ എക്സ്ട്രാ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല കളർ ഉണ്ടാവും. അപ്പം നമ്മുടെ ഇവിടെ അത്ര കളറുള്ള മുട്ടയൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. കളറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുട്ടസുർക്ക മസാല ചേർത്തിട്ടുണ്ടാക്കും. പച്ച മസാലകൾ ചേർത്തിട്ടുണ്ടാക്കലുണ്ട്. അപ്പോൾ അതും കൂടിയും കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ മസാല ചേർത്തത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി 3-4 മാവിന് ബാക്കി വെച്ചിട്ട് അതിലാണ് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു പച്ചമുളകിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തത്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് ക്യാരറ്റ്, കറിവേപ്പില, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ എണ്ണയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാം. സാധാരണ അധികം ആൾക്കാരും മുട്ടസുർക്ക പച്ചരിയും ചോറും കൂട്ടി അരച്ചിട്ടാണ് ഉണ്ടാക്കൽ. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലെ തന്നെ മുട്ടസുർക്ക കിട്ടും. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്യാരറ്റും മല്ലിയില ഇട്ടിട്ടുള്ള മുട്ടസുർക്ക നമുക്ക് ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വെറുതെ കഴിക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് കറിൻ്റെ ആവശ്യമൊന്നുമില്ല.
മുട്ട സുർക്കയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതെങ്ങനെ ഉണ്ട് നോക്കാം. ഇത് നമുക്ക് കാണുമ്പം തന്നെ അറിയാൻ പറ്റും നമുക്കിത് നല്ല പഞ്ഞ് പോലത്തെ മുട്ട സുർക്കയാണ് കിട്ടിയിട്ടുള്ളതെന്ന്. മുട്ട സുർക്കക്ക് ബട്ടർ ചിക്കൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ വീഡിയോ അലാമി കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് വീഡിയോ ആണെന്ന് തോന്നുന്നു അത്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും അതൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതിൽ നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. മാഷാല്ലാ 40-50K വ്യൂസ് ആകാനായിട്ടുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബട്ടർ ചിക്കൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇൻഷാല്ലാ. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.